ഇപ്പൊ മൂവിയില് ഇപ്പൊ സെറ്റില് ഒബ്വിയസ്ലി കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാവരുമായിട്ട് മിങ്കിളായിരുന്നോ? ഇങ്ങനെ ലൈക്ക് എന്തെങ്കിലും കോമഡി ആയിട്ട് എന്തെങ്കിലും നടന്നായിരുന്നോ? കോമഡി ആയിട്ട് ഉണ്ടായിരുന്നു ഇൻസിഡൻസ് ഒക്കെ. എല്ലാരും ഇപ്പം വലിയ ലോങ് ടേം ആയിട്ട് ഷൂട്ടിംഗ് നടന്ന ഫിലിം അല്ലല്ലോ ഇത്. അപ്പൊ എല്ലാരും കമ്പനിയായി വരുമ്പോ ഒരു 1-2 days ആവും. അപ്പോഴത്തേക്കും ആക്ച്വലി ഷൂട്ട് പിന്നെ ഒരു 2 days കൂടെ കോമൺ സീൻസ് കാണത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു അജാസുമായിട്ടാണ് കുറച്ചുകൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. അവനും ആദ്യം കുറച്ച് പാടായിരുന്നു കമ്പനി ആവാനൊക്കെ. ഞാനാണെങ്കിലും അങ്ങോട്ട് അധികം പോയി പെട്ടെന്ന് കയറി മിണ്ടത്തില്ല. ഇങ്ങോട്ട് അവനും വിചാരിച്ച് ഞാൻ വന്ന് മിണ്ടട്ടെ, എന്ത് തോന്നും അങ്ങോട്ട് പോയാൽ ഡിസ്റ്റർബൻസ് ആവോ. ഞാനും വിചാരിച്ച് അവൻ എന്താ മിണ്ടാത്ത, അവൻ വന്ന് മിണ്ടിയാലോ. പിന്നെ 2 days അങ്ങനെ ഒക്കെ പോയി. പിന്നെ നമ്മൾ ഫുൾ കമ്പനിയായി, ഒരു റാപ്പോ ഒക്കെ വന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എല്ലാം നമ്മളിപ്പോ ഒരു ഗ്യാപ്പും കൂടെ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് എല്ലാവരും ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറെ ചെയ്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ എല്ലാവരുടെയും ഒത്തിരി പഠിക്കാനുണ്ട്. അങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പൊ ഇതുവരെ മൂവിയിലേക്ക് വരുമ്പോ ഡ്രീം റോൾ അല്ലെങ്കിൽ ഇന്ന ആളുടെ ഒപ്പം ആക്ട് ചെയ്യണം അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. പക്ഷെ ഈ ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ, അതായത് ഇപ്പൊ ഒരു ഇന്ന ആളെന്നോ ഇന്നൊരു ആക്ടർ ആക്ട്രസ് അങ്ങനെ പറയാനില്ല. പക്ഷെ ഒരു ഫിലിം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ, അപ്പൊ പുള്ളിക്കാരി ചെയ്തത്, കൂടുതലും ഫീമെയിൽ നമ്മൾ അങ്ങനെയല്ലേ നോക്കത്തുള്ളൂ. അപ്പൊ ഫീമെയിൽ ഓറിയന്റഡ് ഫിലിംസ് ഒക്കെ വരുമ്പോൾ നല്ല ക്യാരക്ടർ അല്ലേ, അതുപോലെയൊക്കെ അഭിനയിക്കാൻ കിട്ടണം, ചാൻസ് കിട്ടിയെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ സിനിമ റിലീസിന് റെഡി ആയിട്ടിരിക്കണം. എന്ത് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്? എല്ലാരും ഫിലിം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു മെസ്സേജ് ഉള്ള മൂവിയാണ്. ഒരുപാട് ഇതിന്റെ ഇടയിലും എല്ലാവരും ആ ഒരു കോമൺ തോട്ട്, നല്ലൊരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തട്ടെ എന്നും പറഞ്ഞ് ചെയ്ത മൂവിയാണ്. കൊലപാതകങ്ങൾ എന്നുള്ള ഒരു വയലൻസ് എലമെന്റ് മാത്രമല്ല, എല്ലാം ഉണ്ട്. എന്റർടൈൻമെന്റ് ആണ്. എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. സിനിമ ഹിറ്റ് ആവട്ടെ. സാൻഡ്രയും എന്താ പറയാ, വെറൈറ്റി റോൾസിൽ നമ്മുടെ മുന്നിൽ എത്തട്ടെ. താങ്ക് യു.